ചടയമംഗലത്ത് പ്രതിയെ തേടിയെത്തിയ കാട്ടാക്കട പോലീസ് ആളുമാറി പിന്നോക്ക വിഭാഗക്കാരനായ യുവാവിനെയും ഭാര്യയും മർദ്ദിച്ചെന്ന് പരാതി. കാട്ടാക്കട എസ് ഐ മനോജ് ഉൾപ്പെടെ 7 പേർക്കെതിരെ ചടയമംഗലം പോലീസിനും റൂറൽ എസ് പിക്കും പരാതി നൽകി. ചടയമംഗലം കല്ലുമലയിൽ താമസിക്കുന്ന അഞ്ചൽ വിളക്കുപാറ പുളിവിള വീട്ടിൽ സുരേഷ് 41, ഭാര്യ ബിന്ദു 32 എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിലെത്തിയ എസ് ഐയും സംഘവും സുരേഷിനെ പിടികൂടി കയ്യിൽ വിലങ്ങിട്ടു. കൂടെ ഉണ്ടായിരുന്നവർ സുരേഷിനെ മർദ്ദിച്ചു. മുതുകിലും പുറത്തും മർദ്ദിക്കുന്നത് തടഞ്ഞ ബിന്ദുവിനെ പിടിച്ചു തള്ളുകയും വസ്ത്രം വലിച്ചു കീറുകയും ചെയ്തു എന്നുമാണ് പരാതി. 2 പ്രതികൾ വിഷ്ണുവും സാഞ്ചോയും കണ്ടാലറിയാവുന്ന ഒരു പ്രതിയും കൂടെ കയറി വന്ന് എൻ്റെ വീട്ടിൽ വന്ന് വെള്ളം ചോദിച്ചു. ഞാൻ അങ്ങനെ ഒരു കപ്പ് വെള്ളം എടുത്തു കൊടുത്ത് അതിനുശേഷം ഇവന്മാർ മാറി നിന്ന് ഫോൺ ചെയ്ത് എന്നിട്ട് വേറെ കാര്യങ്ങളും തടി കച്ചവടത്തിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ജോലിക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് എത്ര ശമ്പളം കൊടുക്കും എന്നും കാര്യങ്ങളെല്ലാം ചോദിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് സാഞ്ചോ മാറിപ്പോയിന്നൊരു ഫോൺ ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാർ 3 പേര് കയറി വന്ന് ഫസ്റ്റിൽ എന്നെ കുനിച്ച് കയറിയിട്ട് ബാക്കി വിലങ്ങ് വെച്ച് കുറേ കൈ പിടിച്ചിട്ട് വിലങ്ങ് വെച്ചിട്ടാണ് അവർ മർദ്ദിക്കുന്നത്. പോലീസുകാരനും ഇടിച്ച് ഈ സാഞ്ചോയും ഈ വിഷ്ണുവും പിന്നെ കണ്ടാലറിയാവുന്ന ഒരു പ്രതിയും കൂടെയാണ് എന്നെ ഇടിച്ചെന്ന് പറഞ്ഞാൽ എന്നെ അങ്ങ് അവശതയാക്കി ഇവിടുന്ന് എടുത്ത് താഴെ കാർ കിടക്കുന്നിടത്ത് കൊണ്ടുപോയി ഇവർ ഈ കാരണത്താണ് ഇവർ വന്ന് ഇത് ചെയ്യുന്നത്. ഒരു പ്രൈവറ്റ് കാരണത്താണ് വന്ന് ചെയ്യുന്നത്. വിലങ്ങിട്ട് ജീപ്പിൽ കയറ്റാൻ ശ്രമിക്കവേ സുരേഷ് അബോധാവസ്ഥയിലായി. സുരേഷിനെ എസ് ഐയുടെ കൂടെ ഉണ്ടായിരുന്നവർ വലിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. വാഹനത്തിൽ വെച്ചും പോലീസും കൂടെയുള്ളവരും മർദ്ദിച്ചു, ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തുവെന്ന് സുരേഷ് പറയുന്നു. എമാർ പറയുന്നു, നീ ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറയാം നീയാണ് ഇത് ചെയ്ത കുറ്റകൃത്യം ചെയ്ത കാര്യം എന്തോന്ന് ഇവർ എൻ്റെ അടുത്ത് പറയുന്നില്ല. അങ്ങനെ എന്നെ ഇവിടുന്ന് കയറ്റി ഇവിടെ വന്ന് ഇവരൊക്കെ വന്ന് പോലീസുകാർ പിടിച്ച് അങ്ങനെ കൊണ്ടുപോയി. പോലീസ് വണ്ടി ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ പോലീസ് വണ്ടി കയറി വന്ന് അതിനകത്ത് കയറ്റിയിട്ട് എമാർ പറഞ്ഞ സ്വർണ്ണ ബിസ്ക്കറ്റ് നീ കൊണ്ടുപോയി 1.5 കിലോ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി, അതിൻ്റെ 1 കിലോ നീ എടുത്തോ, 1 കിലോ ഞങ്ങൾക്ക് താ എന്നൊക്കെ പറഞ്ഞ് ഒരു ജീപ്പിനകത്തൊക്കെ കൊണ്ടുപോയിട്ട് ഈ ഫോട്ടോ എടുത്ത് വെച്ച് കാണിച്ച് നീ കൊലപാതകം ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ എന്നെ ഇവിടുന്ന് കൊണ്ടുപോയി കുരിയോട്ട് വരെ കൊണ്ടുപോയി. കുരിയോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ എന്തോ സംഭവം നടന്നിട്ടുണ്ട്. അങ്ങനെ ഈ സംഭവം കിടന്ന് അവർക്ക് ഈ ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ഇതല്ല സംഭവം, ഇതല്ല ആൾ എന്ന് പറഞ്ഞു. അന്നേരം അവർക്ക് എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് എന്നെ ആവശ്യത്തിന് മർദ്ദിച്ച്. അന്നേരം ഒഴിവാക്കണം ഞാൻ പറഞ്ഞു നീ പോലീസ് സ്റ്റേഷനിൽ ആക്കണമെന്ന് പറഞ്ഞു. ഇവരാക്കിയില്ല. ഞാൻ പറഞ്ഞു എന്നെ ആശുപത്രി ആക്കണമെന്ന് പറഞ്ഞു. ആക്കിയില്ല. ഇവർ ഈ പാലത്തിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് 1 മണിക്കൂറോളം ഇട്ട് ഇവിടുന്ന് വന്ന ജനങ്ങൾ പോട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഇട്ടിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് വലിച്ചിറക്കി കൊണ്ടുപോയി. അന്നേരം ഞാൻ എന്നെ കൊണ്ടാക്കിയപ്പോൾ ഈ ഗുണ്ടകൾ മൊത്തം കൂടെ എൻ്റെ പെണ്ണിനെ ആക്രമിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയി എസ് ഐ പെണ്ണിൻ്റെ ഫോൺ അന്നേരം ഞങ്ങൾ 2 പേരും ഫോൺ അവർ ഈ എസ് ഐ പിടിച്ച് വാങ്ങിച്ച് കൊണ്ടുപോയി അവിടെ നിന്ന് ഫോൺ ചോദിക്കാൻ വേണ്ടി എൻ്റെ പെണ്ണ് ഇറങ്ങി തന്ന് പെണ്ണിൻ്റെ നെഞ്ചത്തൊക്കെ ഇടിച്ച് തറയിലിട്ട് അങ്ങനെ ഈ ഗുണ്ടകൾ വന്ന് എൻ്റെ പെണ്ണിൻ്റെ തുണിയൊക്കെ വലിച്ചു കീറി പബ്ലിക്കായിട്ട് ജനത്തിൻ്റെ മുന്നിൽ വെച്ച് ആക്ഷേപിച്ച്. തുടർന്ന് പോലീസിൻ്റെ കൈവശമുള്ള ഫോട്ടോ കാണിച്ച് താനല്ലേടാ എന്ന് ചോദിച്ചു. അല്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ വാഹനം നിർത്തി കൂടുതൽ പരിശോധന നടത്തി. ആള് മാറി എന്ന് മനസ്സിലായതിനെ തുടർന്ന് രാത്രി 11:30 വീടിന് സമീപത്തെത്തിച്ച് സുരേഷിനെ റോഡിൽ ഉപേക്ഷിച്ച് പോലീസ് വണ്ടി പോയി. പിന്നീടാണ് സുരേഷിൻ്റെ ഭാര്യയും അയൽവാസികളും അവശനായ സുരേഷിനെ കണ്ടെത്തിയത്. 2-3 പേര് പെട്ടെന്ന് കയറി വരികയാണ് ചെയ്തത്. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ അടുത്തുള്ള പയ്യന്മാരെ എനിക്ക് അറിയാവുന്നതാണ്. അവർ വന്ന് വെള്ളം ചോദിച്ചു കൊടുത്തു. പിന്നെ തടീര കച്ചവടത്തിൻ്റെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും ഒരു സാൻഡോ എന്ന് പറയുന്ന പയ്യൻ പോയി ഫോൺ വിളിച്ച് പെട്ടെന്ന് തന്നെ 2-3 പേര് വരുന്ന പുറകിലോട്ട് വിലങ്ങിടിച്ച് ഇടിയാ നടക്കുന്നതാണ്. കാരണം പറയുന്നില്ല. കാരണം എന്തെന്ന് ഫോണും കൊണ്ട് ഞാൻ വന്നപ്പോൾ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പിടിച്ച് പോലീസ് പിടിച്ചിട്ട് പിന്നെ ചീത്ത വിളിയും തുടങ്ങി. ചീത്ത വിളിച്ച് പിന്നെ ഓടി വന്ന് അറസ്റ്റ് ചെയ്ത് അങ്ങ് പകുതി വരെ കൊണ്ടുപോയതിന് ശേഷം വീണ്ടും എസ് ഐയും ഈ ഗുണ്ടകളും കയറി വന്ന് വീട്ടിനകത്ത് കയറി ഞാൻ ഫോണിങ് താ സാറേ എന്ന് പറഞ്ഞപ്പോൾ എന്നെ നെഞ്ചത്ത് കൈ വെച്ച് ഇടിച്ച് തള്ളിയിട്ടിട്ട് മറ്റേ പ്രതികളെന്ന് പറയുന്ന പയ്യന്മാർ ആ റോട്ടിൽ കൊണ്ടുവന്നു. അവിടെ വെച്ച് ഞാൻ ഫോണിന് ചെന്നപ്പോഴാണ് ഇങ്ങനെ കൈ കൊണ്ട് തള്ളിയതാ. ഞാൻ അങ്ങ് ചെന്ന് വീണപ്പോൾ ഇവന്മാർ കൈ കൊണ്ട് നൈറ്റിയിൽ തൂക്കിയെടുത്ത് അങ്ങ് എടുത്തിട്ട് നൈറ്റ് കീറി മൊത്തം പോയി. ഞാൻ നിലവിളിച്ചുകൊണ്ട് കൂടെ ഓടുന്നുണ്ട്. അവര് ഒന്നും ചെയ്യരുത്, അടിക്കരുത് എന്ന് പറഞ്ഞ്. ഞങ്ങൾ ഇനി അടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടും വീണ്ടും ആ പയ്യന്മാർ കൂടെ പറ്റുമോ അടിക്കാനായിട്ട്. അവരെ അടിച്ചിട്ട് ആ പോലീസുകാരോട് ആവുന്ന കണക്ക് ഞാൻ പറഞ്ഞു, ഇനി അടിക്കരുത്, ഇനി നമ്മളെ ചീത്ത വിളിക്കരുതെന്ന് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. സുരേഷിന്റെ ഭാര്യ ബിന്ദു സുരേഷിനെയും കൂട്ടി രാത്രിയോടെ ചടയമംഗലം പോലീസിലെത്തി പരാതി നൽകി. കൊട്ടാരക്കര റൂറൽ എസ് പിക്കും പരാതി നൽകി. ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് മദ്യം കഴിച്ചിട്ടല്ലേ നിങ്ങൾ വന്നത്. ഞാൻ രാത്രി 12 മണിയായപ്പോഴത്തേക്ക് ചടയമംഗലത്ത് പോലീസ് സ്റ്റേഷനിൽ എൻ്റെ പെണ്ണെ കൊണ്ട് കേസ് കൊടുക്കാൻ തന്നപ്പോഴത്തേക്ക് അവർ നീ മദ്യം കഴിച്ചിട്ടല്ലേ ഇവിടെ കയറുന്ന. ഞാൻ ഈ മദ്യം കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയല്ല. എൻ്റെ നിലവിൽ എൻ്റെ ഒരു പോലീസ് കേസോ ഒരു പോലീസ് പെറ്റി പോലും എൻ്റെ ഇല്ല.
ഇല്ലാത്തൊരു വഴിയാണ് ഞാൻ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല. എൻ്റെ ഭൂമാർഗം നോക്കി ഞാൻ പോകുന്നു, ഞാൻ വരുന്നു. അതേ ഉള്ളൂ സംഭവം. ഇവരും ആരുമായിട്ട് യാതൊരു വൈരാഗ്യവും ഇല്ല. ഈ എസ് ഐ ആയിട്ട് ഒരു വൈരാഗ്യമില്ല. എസ് ഐ കണ്ടിട്ടുമില്ല. പോലീസുകാരെ എസ് ഐ നേരത്തെ ഇവിടെ ചടങ്കലിൽ തിരുന്ന കക്ഷിയാണ്. അയാൾ ഇവിടെ നിന്ന് എസ് ഐ ആണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ താഴെ ഒരു പ്രശ്നം ഉണ്ടായി ഇങ്ങനെ വന്നായിരുന്നു. അങ്ങനെയാണ് എസ് ഐ ആണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ അങ്ങനെ ആണെന്നും പറഞ്ഞു, കാല് പിടിച്ച് പറഞ്ഞു, സാറേ എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോയി ഇതിൻ്റെ എന്ത് നടപടി എടുക്കുക, അങ്ങനെയാണ് എന്നെ അടിക്കരുത്, എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. എന്നാ പറഞ്ഞ് ഇവരെന്നെ ഇവിടെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോവുകയായിരുന്നു ചെയ്തത്. ഇവിടുത്തെ നാട്ടുകാരെ മുന്നിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോയ പ്രതിയെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ടല്ലോ. ഞാൻ പ്രത്യേകിച്ചും പറഞ്ഞു എന്നെ ചടങ്ങരം സ്റ്റേഷനിൽ കൊണ്ടുപോയി, നിങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് എന്നെ ആക്കുക, അല്ലെങ്കിൽ എന്നെ ആശുപത്രി കൊണ്ടുവന്നാക്ക്. അതൊന്നും ഇവർ ചെയ്തില്ല. അങ്ങനെ ഇവർ കൊണ്ടുവന്ന് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. രാത്രി ഇവിടെ കൊണ്ടുവന്ന് ഈ പാലത്തിനവിടെ കൊണ്ടുവന്ന് ഇട്ടിരുന്ന് അവർ എന്നെ അവിടെ ഇറക്കി കളയാൻ വേണ്ടി വലിച്ചിറക്കി. അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ വണ്ടിയുടെ മുന്നിൽ ചടി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാൽ എന്നെ ഇവിടെ കൊണ്ടാക്കിയത് ഈ ഗുണ്ടകളാണ്. ഇത് ഈ എസ് ഐ വിളിച്ചുകൊണ്ട് വന്ന ഇവിടുത്തെ ഗുണ്ടാലിസ്റ്റിൽപ്പെട്ട പ്രതികളാണ്. കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നടന്ന വധശ്രമ കേസിലെ പ്രതിയെ അന്വേഷിച്ചാണ് പോലീസ് എത്തിയത്. എസ് ഐക്ക് പുറമെ കുഴിയത്തുള്ള ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 2 പേരും ഉണ്ടായിരുന്നു എന്ന് റൂറൽ എസ് പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷും ബിന്ദുവും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. സാറേ, ഞാനും ഭാര്യയും വീട്ടിൽ കിടന്നുറങ്ങിയ സമയത്ത് ഈ പോലീസുകാർ ഗുണ്ടകളെയും കൊണ്ടുവന്ന് ഒരാക്രമവും കാണിക്കേണ്ട കാര്യമില്ല. എൻ്റെ പേരിൽ നിലവിലുള്ള ഒരു കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പോലീസിൻ്റെ അനാസ്ഥ കൊണ്ട് ഈ പോലീസുകാർ ഈ ഗുണ്ടകളെയും കൊണ്ടുവന്ന് ഞാനും എൻ്റെ ഭാര്യയും എല്ലാവരും ആത്മഹത്യ ചെയ്യാനേ വെക്കുള്ളൂ. ഇതിനുള്ള നീതി ഞങ്ങൾക്ക് ലഭിക്കണം. ഇത് എന്നെ പോലുള്ള ഒരു സാധാപ്പെട്ട പാവങ്ങൾക്ക് ഇത് ഇനി ആവർത്തിക്കരുത്. ഇവർ ഈ നിയമം ചെയ്യേണ്ട നിയമപാലകരാണ് ഈ ഗുണ്ടകളെയും കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കയറി ഈ ഭീഷണിയും കാര്യങ്ങളും പെടുത്തി. അതിന് എനിക്ക് ഏത് അറ്റം വരെ പോയാലും എനിക്ക് നിയമം ശരിയാക്കി തരണം. എന്ന് പറഞ്ഞാൽ ഞാൻ വെറും നിരപരാധിയാണ്. അതിനുള്ള നിയമ നടപടി സ്വീകരിക്കണം. ചടയമംഗലത്ത് എസ് ഐ ആയിരുന്ന മനോജ് 2 ആഴ്ച മുൻപാണ് ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോയത്. കാട്ടാക്കട കേസിലെ പ്രതി ചടയമംഗലത്തുണ്ടെന്ന് മനസ്സിലാക്കിയ എസ് ഐ മനോജ് ആയൂരിലെ ക്രിമിനൽ കേസിലെ പ്രതികളെ കണ്ടെത്താൻ ആളിനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. തുടർന്നാണ് ഫോട്ടോയിൽ സാദൃശ്യമുള്ള സുരേഷിനെ എസ് ഐക്ക് കാട്ടിക്കൊടുത്തത്. പോലീസിന് ക്രിമിനലുകളുമായുള്ള ബന്ധം കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ഇത്.